എന്തൊരു ധൈര്യമായിരുന്നു ചേട്ടാ ഇവിടെ ഞങ്ങൾ വണ്ടി ഓടിച്ച് ലണ്ടനിൽ പോകാൻ തീരുമാനിക്കുന്നത്. ധൈര്യം ഒന്നും വേണ്ടി വരും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് നിധി എന്ന് പറഞ്ഞിട്ട്, നിധി ഇപ്പം ഓൾ ഇന്ത്യ വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് പോവാ കാറില്. അപ്പൊ പലരും നിധി അയ്യോ നീ പെണ്ണ് നീ ഒറ്റയ്ക്ക് പോകണോ? ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല. കാരണം ഇന്ത്യക്കകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, സന്ധ്യക്ക് ശേഷം ഒന്നും ഓടിക്കരുത്. അത് ഇവിടെ നിന്നല്ല, നമ്മളിനി അമേരിക്കയിലായാലും സത്യം ഒരു ഡൗൺ ടൗൺ ഏരിയ ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും, അവിടെ ഓടിക്കരുതെന്നാണ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം? ഇപ്പൊ ഇവിടുന്ന് ലണ്ടനിലേക്ക് ഓടിക്കുന്നതിൽ മറ്റൊരു റിസ്കും ഇല്ല. രണ്ട് പ്രശ്നങ്ങളുള്ളൂ. ഒന്ന് പൈസ നന്നായിട്ട് വേണം, രണ്ട് ഇതിന്റെ പെർമിഷൻസ്. അല്ലെങ്കിൽ വെറും നമ്മൾ വയനാട് വരെ ഓടിക്കുമ്പോ നമ്മുടെ കയ്യിലെ പെട്രോൾ എങ്ങനെയാ തീരുന്നതെന്ന് അറിയാൻ പറ്റില്ല. 8 ലക്ഷം രൂപയുടെ ഡീസലായി. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് എത്താനുള്ള 1.5 വർഷത്തെ ഒരു പ്രയത്നം ഉണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ പേടി. എന്റെ അമ്മയ്ക്ക് അന്ന് ഒത്തിരി പത്രക്കാർ പേടിപ്പിക്കാൻ നോക്കി. അമ്മ അറിഞ്ഞിട്ടാണോ മകനെ? അപ്പൊ അമ്മ അവൻ പോയി വന്നോളും, കുഴപ്പമില്ല. അവൻ ഭയങ്കര ധൈര്യശാലി. ഇപ്പൊ 80 വയസ്സായിട്ട് ഇപ്പോഴും വണ്ടി ഓടിച്ചാണ് എന്നെ കാണാൻ ഇവിടെ വരുന്നത്. 80 വയസ്സിലോ? ഞാനിപ്പോ ഈ എല്ലാരും പൊളിയമ്മ പൊളിമകൻ. എനിക്ക് വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴും എന്റെ പേര് വിട്ടുപോയില്ലേ. അപ്പൊ അമ്മ ഈ പറഞ്ഞ 10-35 വർഷമായിട്ട് ഓടിക്കുന്നുണ്ട്. എല്ലാവരും എഴുതി അമ്മ എന്തുകൊണ്ട് അമ്മയെ പറ്റി ഒന്നും എഴുതാത്തതും പറയാത്തതൊന്നും അമ്മ എന്റെ അടുത്ത് വെച്ചിട്ട് അത് ശരി നീ എല്ലാരെ പറ്റി എഴുതും. ഞാൻ ഇത്ര അത് മാത്രല്ല 80 വയസ്സിൽ വണ്ടി ഓടിക്കുന്നത് കേട്ടിട്ട് തന്നെ എനിക്ക് ഞെട്ടല് വരും. അപ്പൊ ഈ വരുന്ന ഇഷ്യൂ എന്റെ മാഗസിന്റെ എഡിറ്റോറിയൽ അമ്മയെ വെച്ച് എഴുതിയിരിക്കുന്നത്. അത് ഞാൻ കണക്ട് ചെയ്തത് ഇന്ത്യൻ കിച്ചൺ, ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സ്റ്റോറി ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തി. കാരണം വെച്ചാൽ അങ്ങനെ ഒതുങ്ങി പോകേണ്ടവരല്ല സ്ത്രീകൾ. അമ്മ ഈ പ്രായത്തിൽ ഓടിക്കുന്നു, അത് കണ്ടുപിടിക്കട്ടെ എന്നുള്ള മറ്റേ ഞാൻ അത് കണക്ട് ചെയ്തൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അമ്മയ്ക്കുള്ള ഒരു പറഞ്ഞു വന്നിട്ട് അതൊക്കെ ഇല്ല ചിലപ്പോ എഴുതുന്ന പറഞ്ഞിട്ടുള്ളൂ. അമ്മയൊന്നും ഞെട്ടിക്കാൻ എല്ലാവരും കാണുമല്ലോ, ഇപ്പൊ അമ്മയെ കാണുമല്ലോ. അപ്പൊ ലണ്ടൻ ട്രിപ്പിന്റെ വിശേഷങ്ങൾ പറയട്ടെ. അപ്പൊ ലണ്ടൻ ട്രിപ്പ് നമുക്ക് 1.5 വർഷം എടുത്തു. ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് അല്ല, ഇതിന്റെ പെർമിഷൻസ് അങ്ങനെ എല്ലാ വിസകളും വേണം. നമ്മൾ 27 രാജ്യങ്ങൾ ക്രോസ് ചെയ്തു. 27 രാജ്യങ്ങൾ ക്രോസ് ചെയ്യണമെങ്കിൽ അതിന്റെ അത് ഷെങ്കൺ എന്ന് പറയുന്നത് ഒരുമിച്ച് നമുക്ക് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും പോകാം. ബാക്കി റഷ്യ, കസാഖിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അല്ല കിർഗിസ്ഥാൻ, ചൈന, അങ്ങനെ എല്ലാത്തിനും വിസകൾ വേണമല്ലോ. അപ്പൊ ഓരോ വിസ നമുക്കിപ്പം വിസയ്ക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് തിരിച്ചു വന്നിട്ട് അടുത്തതിന് അയക്കാം. അപ്പോഴത്തേക്കും ചിലപ്പോൾ ആദ്യം അടിച്ച വിസ എക്സ്പയർഡ് ആവും. ഇങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ പെർസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടായേ? ഈ പറഞ്ഞ പോലെ നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴേ നമുക്ക് ഭയങ്കര ധൈര്യം വരും ജീവിതത്തിൽ ഏത് കാര്യത്തിലും. ഇല്ലേ? സ്ഥിരോത്സാഹം വേണ്ടേ? അത് സ്ഥിരോത്സാഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആള് സുരേഷ് ജോസഫ് സാർ ആയിരുന്നു. അദ്ദേഹമായിട്ട് വഴക്കുണ്ടാക്കി ഞാൻ ഇടയ്ക്ക് പോകുന്നു. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ റെയിൽവേ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ ആയാലും ഇത്തരം കാര്യങ്ങളുടെ പിന്നാലെയൊക്കെ പോകാൻ ഭയങ്കര ക്ഷമയും ഇതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സാർ ചെയ്യുള്ളൂ. അപ്പൊ ഞാനും ലാൽ ജോസ് എപ്പോഴും പറയും, സാറില്ലായിരുന്നെങ്കിൽ യാത്രയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം നമ്മൾ ലാലും ഒരു വഴിക്ക് പോയി ഞാൻ വേറെ വഴിക്ക്. ഈ സുരേഷ് സാറെ നമ്മുടെ ഓരോ സാധനം ചോദിച്ചു വാങ്ങിക്കാൻ തന്നെ ദേഷ്യം വരും. കാരണം വിളിക്കുമ്പോൾ ലാലു സാറെ ഷൂട്ടില്ല പിന്നെ വിളിക്കാന്ന് പറയും, എന്നെ വിളിക്കുമ്പോൾ സാറേ ഞാൻ ഷൂട്ടില്ല എന്ന് പറയും. ഇതിങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ അവസാനം അന്ത്യശാസനം തരും. ഇന്ന് തന്നില്ലെങ്കിൽ ബൈജു ഇനി ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഞാനത് എല്ലായിടത്തും പറയാറുണ്ട്. അത് ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കി, അത് വേറെ കാര്യം, അത് മനുഷ്യർ തമ്മിലുള്ള പ്രശ്നം.